PM മാത്യു കാലാഹരണപ്പെട്ടയാളാണെന്ന് സ്റ്റീഫൻ ജോർജ്. ഗീബൽസിന്റെ പ്രതിരൂപമാണ് PM മാത്യു. പാമ്പിനെ പിടിച്ച് തുറന്നുവിട്ട് സ്കൂളിലെ വാർഷികം അലങ്കോലമാക്കിയ ആളാണ് മാത്യു എന്നും സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. ജോസ് കെ മാണിക്കും സ്റ്റീഫൻ ജോർജിനുമെതിരെ PM മാത്യു രംഗത്തെത്തിയിരുന്നു. കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ്. അതിനിടെ പല രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടാകുന്നു. സജി മഞ്ഞക്കടമ്പിൽ ജോസഫ് ഗ്രൂപ്പ് വിടുന്നു. അതിന് പിന്നാലെ കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗമായിരുന്ന PM മാത്യു ആ പാർട്ടി നിന്ന് മാറി UDF യോഗത്തിൽ പങ്കെടുക്കുന്നു. നേരത്തെ തന്നെ PM മാത്യുവിനെ പുറത്താക്കിയതാണെന്ന് പറയുന്നു. ഇതിന് പിന്നാലെ PM മാത്യുവിന്റെ പ്രതികരണം വന്നത് ഇപ്പുറത്ത് സ്റ്റീഫൻ ജോർജിനെയും ജോസ് കെ മാണിയും എല്ലാം വിമർശിച്ചുകൊണ്ടാണ്. ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്നോടൊപ്പം കേരള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഒരുപാട് ആരോപണമുണ്ട്. ഈ 9 മാസം മുൻപ് പുറത്താക്കി എന്ന് പറയുന്ന ആരോപണം അദ്ദേഹം പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതിനെന്താണ് മറുപടി? അല്ല ശ്രീത്, ഞാൻ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ശ്രീ ജോസഫ് ബീബൽസ് എന്ന് പറയുന്ന നുണയുടെ രാജാവുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ PM മാത്യുവിൻ്റെ പ്രസ്താവന കഴിഞ്ഞപ്പോൾ മനസ്സിലായി അദ്ദേഹം മരിച്ചിട്ടില്ല. ആ ബീബൽസിൻ്റെ ഒരു പ്രതിരൂപം ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായി. ശ്രീ PM മാത്യു പറഞ്ഞതെല്ലാം നട്ടാൽ കുരുക്കാത്ത നുണയാണ്. ഒന്ന്, മാത്യു പറഞ്ഞൊരു കാര്യം, പിന്നെ ഫ്രാൻസിസ് ജോർജിനെ വോട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാതെ അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം PM മാത്യുവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. ഫോണിൽ പണ്ട് പോലെ സംസാരമില്ല. നേരിട്ട് കാണാതെ എങ്ങനെയാണ് അപ്പോൾ ഞാൻ ചൊറിഞ്ഞെന്നാണ് പറയുന്നത്? ഞാനെങ്ങനെ, എനിക്ക് ചൊറിയുന്ന പാരമ്പര്യമില്ല. അദ്ദേഹം പലപ്പോഴും ചൊറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ കാണാതെ എങ്ങനെ ചൊറിയും? തന്നെയുമല്ല, ഞാൻ മനസാക്ഷി വേണ്ടേ? ഞാൻ ഈ തോമസ് ചാഴികാരനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം 100% ഫണ്ട് ചെലവഴിച്ചതിന് LDF കൊടുത്ത സ്വീകരണം പോലും സംഘടിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് ഞാൻ. ഏഷ്യാനെറ്റിലും അതുപോലെ നാളെ ഇപ്പം ഞാൻ ന്യൂസ് 18 സംസാരിക്കുന്നുണ്ട്. ഞാൻ വോട്ട് കവലയിലും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോമസ് ചാഴികാരൻ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്റ്റീഫൻ ജോർജ് വളരെ നന്നായിട്ട് പറഞ്ഞു, അങ്ങനെ തന്നെ തുടർന്ന് പോകണം, വലിയ സഹായമായിരിക്കുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ആ സ്ഥിതി ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത ആൾ മാത്യു എന്തോ എനിക്കൊന്ന് ചാനലിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ അല്പം പ്രായമായി കഴിയുമ്പോൾ ലെവൽ വിടുമല്ലോ, ആ ലെവലിൽ എന്തോ പറ്റിയിട്ടുണ്ട് മാത്യുവിന്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ മാത്യുവിനെ കാണാറില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് പറയുന്നത്? ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും